നമസ്കാരം. ശ്രീ മഹാഭാഗവത കുടുംബ സത്സംഗത്തിൻ്റെ 255-ാം ദിവസമാണ്. അതിൽ ഗുരുദർശനം എന്ന ചടങ്ങിൽ ലോകഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ചരിതം വ്യാഖ്യാനം ചെയ്യുന്ന 2ാം ദിവസമാണ്. നരേന്ദ്രനെ സ്വാമി വിവേകാനന്ദനാക്കിയ ആ മഹാഗുരുവിൻ്റെ വർണ്ണനകൾ എത്ര പറഞ്ഞാലും അധികമല്ല. ഇന്നലെ ശ്രീ രാജീവ് ഇരിങ്ങാലക്കുട പറഞ്ഞതുപോലെ ആ മഹാചരിതം ശ്രീരാമകൃഷ്ണ വചനാമൃതം നമുക്ക് നൽകിയ എന്നറിയപ്പെട്ട മാസ്റ്റർ മഹാശയൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കാണ് ഇന്നലെ നമ്മൾ കുറച്ച് സമയം ഒന്ന് അപഗ്രഥിക്കാൻ നോക്കിയത്. അത് നമ്മുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ഈശ്വരീയമായ ഒരു ദർശനത്തിൻ്റെ മഹത്വത്തെ നമുക്ക് കാട്ടിത്തന്നു. അത് അറിയാനും അനുഭവിക്കാനും നമുക്ക് കഴിയുന്ന ഒരവസരം. 2ാം ദിവസം നല്ല മഴയുടെയും നല്ല ഇടിനാദത്തിൻ്റെയും മുഴക്കത്തിൽ ദേവദുന്ദുഭി വാദ്യലയങ്ങളോടെ ആകാശത്തു നിന്ന് ദേവന്മാർ കോരിച്ചൊരിയുന്ന അനുഗ്രഹ പുഷ്പങ്ങളോടെ നമുക്ക് ഒന്ന് അപഗ്രഥനം നടത്താം. മാസ്റ്റർ മഹാശയൻ്റെ ചരിതമാണ് ആമുഖമായി ഈ ഗ്രന്ഥത്തിൽ ഉള്ളത്. മാസ്റ്ററുടെ അമ്മയുടെ ചരിതം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പൂർത്തീകരിച്ചത്. സർവസംഗ പരിത്യാഗിയായ സന്യാസിയാകാൻ മാസ്റ്റർക്ക് ആജീവനാന്തം തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. ഈ ആഗ്രഹം ഗുരുദേവനെ അറിയിച്ചപ്പോൾ ഇന്നലെ അവിടെയാണ് നമ്മൾ പൂർത്തീകരിച്ചത്. അദ്ദേഹം അരുളി, അമ്മ എന്നോട് പറഞ്ഞു, നിനക്ക് അമ്മയുടെ വേല ചിലത് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന്. ആളുകളെ ഭാഗവതം കേൾപ്പിക്കണം. ഭാഗവത പണ്ഡിതനെ അമ്മ ഒരു ചരടിട്ട് കെട്ടി ലോകത്തിൽ വെച്ചിരിക്കുന്നു. പിന്നെയും സന്യാസത്തിന് നിർബന്ധം പിടിച്ചപ്പോൾ ഒരു നാൾ സന്ധ്യയ്ക്ക് ശേഷം സമാധിയിൽ നിന്നും യുദ്ധിതനായ ശ്രീരാമകൃഷ്ണൻ അരുളി, ആരും നിരീക്കണ്ട, ഞാനില്ലെങ്കിൽ അമ്മയുടെ കാര്യമൊന്നും നടക്കില്ല എന്ന്. വെറും പുല്ലിൽ നിന്ന് അമ്മയുടെ വലിയ വലിയ ആചാര്യന്മാരെ തയ്യാറാക്കാൻ കഴിയും. ഗുരുദേവൻ്റെ ഇച്ഛയ്ക്ക് മുമ്പിൽ ആത്മസമർപ്പണവും ചെയ്ത മാസ്റ്റർ ഗ്രഹത്തിൽ തന്നെ വിദഗ്ധനായി വാണു. ശ്രീരാമകൃഷ്ണൻ ഭക്തന്മാരെ മാസ്റ്ററുടെ അടുത്ത് അയക്കാറുണ്ട്. ഭക്തന്മാർ വന്നാൽ മാസ്റ്റർ അനവരതം ഗുരുദേവൻ്റെ മാഹാത്മ്യം കീർത്തിച്ചുകൊണ്ടിരിക്കും. എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും മാസ്റ്റർ ആഗന്തുകനെ ശ്രീരാമകൃഷ്ണ കഥാമൃതം കുറച്ച് പാനം ചെയ്യിക്കാതെ വിടില്ല. ലോക ജീവിതത്തിലെ ആപൽ ഘട്ടങ്ങളിൽ അവിവാഹിതരായ യുവാക്കന്മാർ അടുത്തെത്തിയാൽ മാസ്റ്റർ പറയും, ഇതുകൊണ്ടാണ് സംസാരം കത്തിക്കാളുന്ന തീയാണ്, ഇതിനകത്ത് പെട്ടാൽ വെന്ത് വെണ്ണീറാകും എന്ന് ഗുരുദേവൻ പറയാറുള്ളത്. മാസ്റ്റർക്ക് ഏർപ്പെട്ട ദുരിതങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രൻ മുതലായ യുവാക്കന്മാരോട് കരുതിയിരുന്നു കൊള്ളാൻ ഉപദേശിക്കാറുണ്ട്. പിൽക്കാലത്ത് ആപത്ത് വരുമ്പോൾ മാസ്റ്റർ ചെറുപ്പക്കാരോട് പറയും, എനിക്ക് ഈ വിപത്ത് വന്നത് നിങ്ങൾക്കൊരു പാഠത്തിന് വേണ്ടിയാണ്. ലോകശിക്ഷണം നടത്തുന്നതിന് മാസ്റ്റർക്ക് ഗുരുദേവൻ വില്ല കൊടുത്തിരുന്നു. ഈ ശക്തിയുടെ പ്രഭാവത്താൽ മാസ്റ്റർ സുദീർഘമായ 50 സംവത്സരക്കാലം രാപ്പകൽ ഭക്തന്മാരുടെ അകക്കാമ്പിന് ശാന്തിയും സംതൃപ്തിയും വിതരണം ചെയ്തു പോകും. അകൃതോദ്വാഹരായ യുവാക്കന്മാരെ സർവദാ ത്യാഗവ്രതത്തിൻ്റെ മഹിമ കൊണ്ട് ഉത്തേജിപ്പിച്ചിരുന്നു. മാസ്റ്ററുടെ ഹൃദയ അന്തർഭാഗത്ത് സന്യാസ ദീപ്തി ഉജ്ജ്വലമായി പ്രകാശിച്ചിരുന്നു എന്ന് സ്പഷ്ടമായി പ്രസ്താവിച്ചു കൊള്ളട്ടെ. ഒരിക്കൽ ബേലൂർ മഠത്തിൽ വെച്ച് വിജ്ഞാനാനന്ദ സ്വാമികൾ മാസ്റ്ററോട് പറയുകയുണ്ടായി, മഠത്തിലെ ആളുകളിൽ 90% പേരും സന്യസിച്ചത് കഥാമൃതം വായിച്ചിട്ടോ അങ്ങുമായി ഇടപഴകിയിട്ടോ ആണെന്ന് ഞാൻ അന്വേഷിച്ചറിഞ്ഞിരിക്കുന്നു. മാസ്റ്ററുടെ ജീവിതത്തിൻ്റെ അനശ്വര കീർത്തി കഥാ അമൃതമാണ്. ഈ ഗ്രന്ഥം അധ്യാത്മലോകത്തിൽ ഒരു പുതിയ മാർഗം തുറന്നിരിക്കുന്നു. നാളും പക്കവും തീയതിയും കൊടുത്തുകൊണ്ട് ഇതുമാതിരി ഒരു ഗ്രന്ഥം മുമ്പുണ്ടായിട്ടില്ല.
അതിനാലാണ് വിവേകാനന്ദ സ്വാമികൾ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതിയത്. അങ്ങ് ശ്രീരാമകൃഷ്ണൻ്റെ നേരായ രൂപം കണ്ടെത്തി. അതെ, അത് അത്യാശ്ചര്യകരമായിരിക്കും. തികച്ചും അബോധപൂർവമാണ് ഈ സംരംഭം. ഈ മഹത്തായ കൃത്യം താങ്കൾക്കായി നീക്കിവെക്കപ്പെട്ടതായി. ശ്രീ മാധവദേവി ഒരിക്കൽ എഴുതി അയച്ചു, ഒരു ദിവസം നീ കഥാമൃതം വായിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹമാണ് ഗുരുദേവൻ ഇതെല്ലാം പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഇതാ ഇന്ന് ഒന്ന് വായിക്കണേ എന്ന് ശ്രീരാമകൃഷ്ണ ഭക്തനായ പൂനെയിൽ നിന്ന് ശ്രീ വിവേക് ബോസ് അയച്ചതുകൊണ്ടാണ് ഈ ഭാഗം ഒന്നുകൂടി വായിക്കുന്നത്. സാധാരണ സീരിയൽ ചാനലിലൊക്കെ വന്നാൽ ഇന്നലത്തെ അല്പഭാഗം കാണിക്കുമല്ലോ. തിങ്കളാഴ്ച കാണിക്കുമ്പോൾ വെള്ളിയാഴ്ച കാണിച്ച ഭാഗം അല്പം കാണിക്കുമല്ലോ. അതുപോലെ ആ ഭാഗം വായിച്ചതാണ്. ശ്രീരാമകൃഷ്ണ കഥാമൃതം ഇംഗ്ലീഷിൽ ഗോസ്പൽ എന്ന പേരിൽ 1897 ആദ്യം പുറത്തു വന്നു. ബംഗാളിയിൽ പ്രഥമ ഭാഗം 1902 പ്രസിദ്ധപ്പെടുത്തിയത്. രണ്ടാം ഭാഗം 1904, മൂന്നാം ഭാഗം 1908, നാലാം ഭാഗം 1910, അഞ്ചാം ഭാഗം 1932. അനേക ഭാഷകളിൽ ഇതിന് വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാസ്റ്ററുടെ കാരുണ്യം കൊണ്ട് അനേകം ആളുകൾ ശ്രീരാമകൃഷ്ണദേവനെ ദർശിച്ചു. അപ്പം മാതൃദേവി ഒരിക്കൽ എഴുതി അയക്കുകയാണ്. മാസ്റ്റർ അവിടെ ഇരുന്ന് വായിക്കുമ്പോൾ ഗുരുദേവൻ വായിച്ചതുപോലെ തോന്നി എന്ന് പറയണമെങ്കിൽ ആ ഗുരു കടാക്ഷമല്ലേ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇനി ഇന്നലെ നമ്മൾ പൂർത്തീകരിച്ചിടത്തുള്ള ഭാഗം വായിക്കും. മഹേന്ദ്രന് 4 വയസ്സുള്ളപ്പോൾ ഒരിക്കൽ ഗംഗാ തീരത്തിൽ മഹേഷ് എന്ന സ്ഥലത്തെ രഥയാത്ര കാണാൻ അദ്ദേഹത്തെ അമ്മ കൊണ്ടുപോയി. അവിടെയാണ് ഇന്നലെ നമ്മൾ പൂർത്തീകരിച്ചത്. മടക്കത്തിൽ യാത്രികർ ആയുടെ പണിതീർന്ന ദക്ഷിണേശ്വരം കാളീക്ഷേത്രം കാണാൻ ഇറങ്ങി. ആ യാത്രയെക്കുറിച്ച് മാസ്റ്റർക്ക് ഇത്രയും ഓർമ്മയുണ്ട്. അന്ന് അമ്പലമെല്ലാം വെളുത്തിരുന്നു. പുതിയ അമ്പലം. അമ്പലത്തിന് ചുറ്റി നടക്കുമ്പോൾ അമ്മയെ കാണാതായി. ഉയർന്ന തറയിൽ നിന്നുകൊണ്ട് ഞാൻ കരയാൻ തുടങ്ങി. അപ്പോൾ അകത്തുനിന്ന് ആരോ വന്ന് എന്നെ തലോടിക്കൊണ്ട് വിളിച്ച് ചോദിച്ചു, ആരുടെയാണ് ഈ കുട്ടി? അവൻ്റെ അമ്മ ഇവിടെ പോയി? മഹേന്ദ്രൻ ഈ സംഭവത്തെ സ്മരിച്ചുകൊണ്ട് നിനയ്ക്കും ശ്രീരാമകൃഷ്ണദേവനാണ് അന്ന് തന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ചത്. താൻ കേവലം ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ ഗുരുവിനെ കണ്ടിരുന്നുവെന്ന്. ശ്രീരാമകൃഷ്ണദേവൻ്റെയും അമ്മ അമൃതാനന്ദമയി ദേവിയുടെയും ജീവിതവുമായി വളരെ സാമ്യമുണ്ട് എന്ന് പറഞ്ഞ സജീവൻ പൂക്കാട്ടുപടി ഗ്ലാസ്കോ ഞാൻ ആ കാര്യം ഓർക്കുകയാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ചരിതാമൃതം വാങ്ങിക്കാൻ ഇന്നലെ കൊല്ലത്ത് പോയ സുരേഷ് കുമാർ സാറും എത്തി. 3 വാളിയമുണ്ടോ? ശ്രീരാമകൃഷ്ണാശ്രമം പ്രസിദ്ധീകരിച്ചതാണ്. ഞാനപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഫോട്ടോ എടുത്ത് കൊല്ലത്തെ സുരേഷ് കുമാർ സാറിന് ഇന്നലെ രാത്രി വളരെ വൈകി അയച്ചു കൊടുത്തിരുന്നു. എല്ലാവരുടെയും വീടുകളിൽ ആ ഗ്രന്ഥം എത്തട്ടെ. തൃശ്ശൂർ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം പ്രസിദ്ധീകരിച്ച ഭജനാമൃതം 3 വോളിയം അത് നമ്മുടെ വീട്ടിൽ ഒരു നിധിയായി ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഇരിക്കുന്ന പുസ്തകം വിവേകാനന്ദ സ്വാമിജിയുടെ വിഷയത്തെ അധികരിച്ച് നടത്തിയ പ്രസംഗ മത്സരത്തിൽ ദേശീയ യുവജന ദിനത്തിന് സമ്മാനം കിട്ടിയതാണ് വർഷങ്ങൾക്ക് മുമ്പ്. ആ പ്രസംഗം എഴുതി തന്നത് എൻ്റെ അമ്മാവനായി വരുന്ന ശ്രീ A.E. രാമേന്ദ്രക്കുറുപ്പ് എന്ന് പറയുന്ന എൻ്റെ ബന്ധുവാണ്. കുറുപ്പ് മാമൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. രാമകൃഷ്ണദേവൻ്റെയും അമ്മ അമൃതാനന്ദമയി ദേവിയുടെയും തികഞ്ഞ ഭക്തനാണ്. അദ്ദേഹമാണ് എന്നെ അമ്മയെ കാണാൻ ആദ്യം അമൃതപുരിയിലേക്ക് അയക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ശ്രീ A.E. രാമേന്ദ്രക്കുറുപ്പ്, കുറുപ്പ് സാർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മുടെ ജയശ്രീ ടീച്ചർ എത്തിയിട്ടുണ്ട്. മഹാപണ്ഡിതനാണ്. ശ്രീരാമകൃഷ്ണദേവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രോമാഞ്ചം വരും, അത്രയേറെ പ്രാധാന്യമാണ്.
ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാനം സന്ദർശിച്ച ആദ്യത്തെ ഭക്തൻ മഹേന്ദ്രനാഥനായിരുന്നു. ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാനം സന്ദർശിച്ച ആദ്യത്തെ ഭക്തൻ. ശ്രീരാമകൃഷ്ണ വചനാമൃതം മലയാളം ഞാൻ നിത്യപാരായണത്തിന് ഉപയോഗിക്കുന്നു. മനസ്സിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ ചിന്ത മിക്കപ്പോഴും ഉണ്ടാവും എന്ന് ശ്രീ കലമാനൂർ വിജയൻ എഴുതിയിട്ടുണ്ട്. വിജയനെ പ്രത്യേകം നമസ്കാരം. എല്ലാ ദിവസവും ലൈവിൽ വരണം, അഭിപ്രായങ്ങൾ പറയുകയും വേണം. ഗുരുകൃപയ കുമാർ പൊക്കോർ മുഴുവൻ ഒരു ജ്യോതിർമയ രൂപമായിട്ടാണ് അദ്ദേഹം കണ്ടത്. മരങ്ങളും വല്ലികളും പക്ഷികളും മൃഗങ്ങളും സകല മനുഷ്യരും ജ്യോതിർമൂർത്തികൾ. അതിനാൽ വഴിക്ക് അടിക്കടി സകലതിനെയും നമസ്കരിച്ചുകൊണ്ടാണ് യാത്ര. ജ്യോതിർമയമായ ഒരു പൂച്ച മുമ്പിൽ വന്ന് പെട്ടു. കണ്ടതും സാഷ്ടാംഗം പ്രണാമം ചെയ്തു. ഒരിക്കൽ ദക്ഷിണേശ്വരം ജ്യോതിർമയ ധാമമായി കാണുകയുണ്ടായി. ശ്രീരാമകൃഷ്ണദേവൻ പുരിയിൽ ദർശനം ചെയ്യാൻ സ്വയം പോവുകയാണ് ഉണ്ടായില്ല. അവിടെ പോയി ദർശനം ചെയ്തു വരാൻ മാസ്റ്ററെ പറഞ്ഞയച്ചു. താൻ പോയാൽ തൻ്റെ ശരീരം നിലനിൽക്കുകയില്ല എന്നരുളി ഗുരുദേവൻ. എന്തെന്നാൽ അവിടെ ചെന്ന് കണ്ടാൽ താൻ പണ്ട് ചൈതന്യ രൂപത്തിൽ ആടിയ ലീലകളുടെ സ്മൃതി ശക്തിയായി തീർന്ന ഗാഠമായ ഭാവാവേശം വരും. കുറുപ്പമാവൻ്റെ അടുത്ത് ഞാൻ പോയി നിൽക്കുന്നതിനെ കുറിച്ചാണ് ജയശ്രീ ടീച്ചർ എഴുതിയത്. ഞാനൊരു കൊച്ചുകുട്ടിയായി നിൽക്കുന്ന കണ്ടു കുറുപ്പ് സാറിൻ്റെ മുന്നിൽ എന്നാണ്. ഞാൻ SLCക്കൊക്കെ പഠിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പ്രസംഗം എഴുതി വാങ്ങിക്കുമ്പോൾ അദ്ദേഹം തരും. മത്സരത്തിൽ സമ്മാനം കിട്ടുമ്പോൾ ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ പാദത്തിൽ കൊണ്ടുവച്ച് നമസ്കരിക്കും. ഞാൻ അന്ന് അവിടെ നിൽക്കുന്നത് മകളുടെ കല്യാണം പറയാൻ ചെന്നതാണ്. ആദ്യം അവിടെ ഒരു തറവാട്ടിൽ പറയണമല്ലോ, അമ്മയുടെ അമ്മാവൻ്റെ മകനാണ്. അപ്പോഴും ഞാൻ ആ കുട്ടിയായിട്ട് നിൽക്കുന്നത് കണ്ടു എന്ന് ജയശ്രീ ടീച്ചർ പറയുകയാണ്. ടീച്ചർ വന്നപ്പോൾ ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോരാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിലേക്ക് വന്നത്. ഞാൻ നേരത്തെ ചക്കുളത്തെ ലൈവിൽ പറഞ്ഞതും അതാണ്. എത്ര പ്രായമായാലും ആദ്യം ഒരാളിനെ കാണുമ്പോഴുള്ള മനസ്സാണ് നമുക്കിപ്പോഴും ഉണ്ടാവാറുള്ളത്. അങ്ങനെ വേണം, കുട്ടികളും അങ്ങനെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം താൻ അവിടെ പോയാൽ തൻ്റെ ശരീരം നിലനിൽക്കില്ല എന്നരുളി ഗുരുദേവൻ. എന്തെന്നാൽ അവിടെ ചെന്നാൽ താൻ പണ്ട് ചൈതന്യ രൂപത്തിൽ ആടിയ ലീലകളുടെ സ്മൃതി ശക്തിയായി തീർന്ന് ഗാഠമായ ഭാവാവേശം വരും. ഇപ്പം അമൃതാനന്ദമയ്യ അമ്മ തന്നെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാവാവേശം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഭക്തന്മാരോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ ഭാവാവേശം വരും. പൗർണമിക്കാവ് തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ഞങ്ങൾക്കൊരു അമ്മയുണ്ട്. ആ അമ്മയും ഇങ്ങനെ ഭാവാവേശം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അവരെ മറന്നുപോകും. അവർ ഏത് ദേവതയാണോ ഉപാസിക്കുന്നത് ആ ദേവത അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അവർക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. വലിയൊരു കാര്യമായി നമ്മൾ അതിനെ കാണണം. എന്നോട് അദ്ദേഹത്തിനുള്ള വാത്സല്യവും കാണണമായിരുന്നു എന്നാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. ശരിയാണ്. അങ്ങനെ ഇടത്തിട്ട രാമേന്ദ്രക്കുറുപ്പെന്ന് പറയും. തെക്കേക്കര മാവേലിക്കരയിലെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. വലിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക മണ്ഡലങ്ങളിലൊക്കെ എല്ലാവരും വന്ന് കാണുന്ന ഒരാളായിരുന്നു അദ്ദേഹം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മന്ത്രിമാർ അദ്ദേഹത്തെ കാണാൻ വരുമായിരുന്നു അഭിപ്രായങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി. ഞാനത് അടുത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ ഒരു വലിയ വൈശിഷ്ട്യം നമുക്ക് അറിയണം. വിഷ്ണു ചേച്ചി എഴുതിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്ന ഒരു ചിത്രം ഒരിക്കൽ ഇട്ടിരുന്നു, അത് കണ്ടു എന്നാണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്കൊരു മാതൃകയാവും. അപ്പോഴേ അതിനൊരു പ്രാധാന്യമുള്ളൂ. ആ ഭാവാവേശം വരുമ്പോൾ അങ്ങനെ അത് ദേഹത്തിന് താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് മാസ്റ്റർ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. VR സോജിക്കും നമസ്കാരം. ഗുരുദേവ പ്രഭാഷകനാണ് സോജി. നമസ്കാരം. അങ്ങനെ വന്നാൽ ദേഹത്തിന് താങ്ങാൻ സാധിക്കില്ല. രാമകൃഷ്ണദേവൻ്റെ നിർദ്ദേശമനുസരിച്ച് മാസ്റ്റർ അതിസാഹസത്തോടെ അസമയത്ത് ജഗന്നാഥസ്വാമിയുടെ വിഗ്രഹം ആലിംഗനം ചെയ്യുകയുണ്ടായി. 16 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മഹേന്ദ്രനാഥൻ ആദ്യമായി കാശി ദർശനം നടത്തിയത്. ഗംഗയുടെ പാലത്തിന് മുകളിൽ വെച്ച് തീവണ്ടിയിൽ ഇരുന്നു കൊണ്ട് കാശി ദർശിച്ചപ്പോഴേ അദ്ദേഹത്തിൻ്റെ മനസ്സും പ്രാണനും ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. അതിനുശേഷം
പിന്നെയും ഏതാനും പ്രാവശ്യം കാശി ദർശനം നടത്തിയിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ദേഹത്യാഗത്തിന് ശേഷം മാസ്റ്റർ ത്രൈലംഗസ്വാമി, ഭാസ്കരാനന്ദസ്വാമി, വിശുദ്ധാനന്ദസ്വാമി എന്നിവരെ പോയി ദർശിക്കുകയുണ്ടായി. ദേവിയെക്കുറിച്ച് മഹേന്ദ്രൻ പാടിയ ഒരു പാട്ട് കേട്ട് ഭാസ്കരാനന്ദസ്വാമി ചോദിച്ചു, നീ ഇത്രയൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു, അതിന് പുറമെ ഈ വക ഭക്തി പുലർത്താൻ സമയമെവിടെ? ത്രൈലംഗസ്വാമി മാസ്റ്ററുടെ കയ്യിൽ നിന്ന് പലഹാരപ്പൊതി തട്ടിപ്പറിച്ച് കുട്ടികളെ പോലെ പിന്നിൽ ഒളിച്ചു വെച്ചു. അയോധ്യയിൽ വെച്ച് രഘുനാഥ ബാബാജി മാസ്റ്ററെ ഈ വിധം ഉപദേശിച്ചു: ഗുരുവിൻ്റെ ധാമത്തിൽ പോയി ഗുരുവിൻ്റെ നാമവും രൂപവും ചിന്തിച്ച് ഗുണങ്ങൾ കീർത്തിച്ചുകൊണ്ട് ജീവിക്കുക. പൗർണമികാവിൽ പോയി ആ ഭാവാവേശം കണ്ട വിഷ്ണു ചേച്ചിയാണ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഗുരുക്കന്മാരുടെ ചരിതം പഠിച്ചു വന്നാലേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇതൊന്നും അറിയില്ല. ഗുരുവിൻ്റെ ധാമത്തിൽ പോയി ഗുരുവിൻ്റെ നാമവും രൂപവും ചിന്തിച്ച് ഗുണങ്ങൾ കീർത്തിച്ചുകൊണ്ട് ജീവിക്കുക. വൃന്ദാവനത്തിൽ പോയി ഉണ്ണിക്കണ്ണനെ ഊഞ്ഞാലാട്ടുന്ന ഉത്സവം കണ്ടു. നിധുവനത്തിൽ വെച്ച് ഗംഗാമായിയെ കാണുകയുണ്ടായി. രാസലീല അഭിനയം കണ്ട മാസ്റ്റർ വളരെ ആകൃഷ്ടനായി. ശ്രീ മാതൃദേവിയും ഒന്നിച്ച് മാസ്റ്റർ 1912 കാശിയിൽ പോയി. അക്കൊല്ലവും അടുത്ത കൊല്ലവും തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ഉത്തരഖണ്ഡത്തിൽ കഴിച്ചു. ഹരിദ്വാരത്ത് കൻഖലിൽ ഗംഗാതീരത്ത് ഒരു കുടിലിൽ താമസിച്ച് തപസ്സാചരിച്ചു. അതിനുശേഷം ഋഷികേശത്തേക്ക് പോയി. ആദ്യം മായാകുണ്ഡത്തിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് സ്വർഗാശ്രമത്തിൽ ഒരു കുടീരത്തിൽ താമസമാക്കി. ആ കുടീരം ഇടിഞ്ഞ പൊളിഞ്ഞ നിലയിലാണെങ്കിലും ഇന്നുമുണ്ട്. മഹേന്ദ്രനാഥനിൽ തപോവനത്തിലെ തപോനിഷ്ഠനായ ഒരു മഹർഷി കുടികൊണ്ട് ജീവിതകാലം മുഴുവൻ തപോവനത്തിൽ വസിക്കാൻ അദ്ദേഹത്തിന് ശക്തിയായ ആഗ്രഹമുണ്ടായിരുന്നു. കൽക്കത്തയിൽ തൻ്റെ വാസസ്ഥലത്ത് മാർട്ടിൻ സ്കൂളിലും ഠാക്കൂർ വാടിയിലും മട്ടുപ്പാവിൽ തൊട്ടികളിൽ അദ്ദേഹം നാനാതരത്തിലുള്ള ഫലവൃക്ഷങ്ങളും പൂച്ചെടികളും നട്ടു വളർത്തിയിരുന്നു. ആ സ്ഥാനത്തിരുന്ന് ശാന്തഗംഭീരമായ സ്വരത്തിൽ അദ്ദേഹം ഉപനിഷത്ത് ഉച്ചരിക്കുന്നത് കേട്ടാൽ സത്യയുഗത്തിലെ ഏതോ ഒരു മഹർഷി വീണ്ടും ശരീരമെടുത്ത് വന്നിരിക്കുകയാണ് എന്ന് തനിയെ തോന്നിപ്പോകും. ഞാൻ പണ്ടിത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനെ വളരെ ആകർഷിച്ച ഒരു വരിയാണത്. ആ സ്ഥാനത്തിരുന്ന് ശാന്തഗംഭീരമായ സ്വരത്തിൽ അദ്ദേഹം ഉപനിഷത്ത് ഉച്ചരിക്കുന്നത് കേട്ടാൽ സത്യയുഗത്തിലെ ഏതോ ഒരു മഹർഷി വീണ്ടും ശരീരമെടുത്ത് വന്നിരിക്കുകയാണ് എന്ന് തനിയെ തോന്നിപ്പോകും. ഉപനിഷത്തുക്കളായിരുന്നു മാസ്റ്ററുടെ പ്രാണൻ. അത് കഴിഞ്ഞാൽ ഭഗവത്ഗീത. ബൈബിളിനെ സംബന്ധിച്ചും അദ്ദേഹം ഒരു പ്രാമാണികൻ തന്നെയായിരുന്നു. സംഭാഷണത്തിൽ ഇടപെടാതെ ഈ 3 ജ്ഞാനനിധികളിൽ നിന്നുമുള്ള രത്നങ്ങൾ വിതരണം ചെയ്തു പോന്നു. ഉപനിഷത്ത്, ഭഗവത്ഗീത, ബൈബിൾ. സംഭാഷണത്തിൽ ഇടപെടാതെ ഈ 3 ജ്ഞാനനിധികളിൽ നിന്നുള്ള രത്നങ്ങൾ വിതരണം ചെയ്തു പോന്നു. മാസ്റ്റർ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ വ്യാഖ്യാനിക്കുന്നത് കേട്ട് സ്ഥലത്തെ ഭക്തനും ധർമ്മനിഷ്ഠനുമായ പാതിരി ബോസ് മഹാശയൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യത്തിന് മാസ്റ്റർ ചിരിച്ചുകൊണ്ട് ഉത്തരം നൽകി, ഗുരുദേവനും ക്രിസ്തുദേവനും ഒന്നാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ പാർത്തില്ലേ, അതിനാൽ അദ്ദേഹത്തിൻ്റെ അരുൾമൊഴികൾ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നല്ല മറുപടിയല്ലേ? വിവാഹബന്ധത്തിൽ ഒന്നും പെടാതെ സന്യസിക്കാൻ പോകുന്ന യുവാക്കന്മാരോട് മാസ്റ്റർക്കുള്ള സ്നേഹം അവർണ്ണനീയമാണ്. മാതൃസ്നേഹത്തെ 100 ഗുണമാക്കിയാൽ അതിനോടൊക്കുമോ എന്ന് സംശയമാണ്. മകൻ വളർന്ന് തനിയെ നിൽക്കാറായി എന്ന് കണ്ടാൽ അച്ഛനമ്മമാർക്കുണ്ടാകുന്നത് പോലെയുള്ള സന്തോഷവും സംതൃപ്തിയുമാണ് ഭക്തന്മാർ
ശ്രീരാമകൃഷ്ണനിൽ ആത്മസമർപ്പണം ചെയ്യുന്നത് കാണുമ്പോൾ മാസ്റ്റർക്കുണ്ടാവുന്നത്. സാധുസംഗവും സാധുസേവയുമാണ് പ്രായോഗികമായ വേദാന്തം എന്ന് അദ്ദേഹം സദാ സന്യാസിമാരോടും ഭക്തന്മാരോടും പറയാറുണ്ട്. തന്നെ സമീപിക്കുന്ന ഭക്തന്മാരെ സത്സംഗത്തിനായി മാസ്റ്റർ ബേലൂർ മഠത്തിൽ അയക്കാറുണ്ട്. അവിടെ സന്ദർശിക്കാൻ പോകുന്ന ഭക്തന്മാർക്ക് മാസ്റ്റർ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അതിരാവിലെ വേണം ദർശനത്തിന് പോകാൻ. വഞ്ചിയിൽ നിന്നിറങ്ങിയാൽ കടവിൽ നിലം തൊട്ട് കുമ്പിട്ട് ഈ 4 മന്ത്രങ്ങൾ ഉച്ചരിക്കണം. 1, ഞാൻ മനസ്സ്, വാക്ക്, ശരീരങ്ങൾ കൊണ്ട് ആശ്രമപീഠ ചെയ്യില്ല. 2, സന്യാസിമാരുടെ ധ്യാന ജപ സമയത്ത് അതിന് തടസ്സമുണ്ടാക്കുന്നതൊന്നും ചെയ്യില്ല. 3, സന്യാസിമാരുടെ ഭിക്ഷ അന്നം സ്വീകരിക്കില്ല. എന്നാൽ തീർത്ഥവും പ്രസാദവും അവശ്യം സ്വീകരിക്കും. ബേലൂർ മഠത്തിൻ്റെ അതിരിനുള്ളിൽ വെച്ച് ഏത് സന്യാസി ശകാരിച്ചാലും, ഒരുപക്ഷെ തല്ലിയാൽ പോലും അതൊക്കെ കൂപ്പുകൈയോടെ സ്വീകരിക്കും. കാരണം ഇത് അത്യാശ്രമികളുടെ ആശ്രമമാണ്. ഇവിടെ നമുക്ക് യാതൊരു അധികാരവുമില്ല. മാസ്റ്റർ സർവദാ ഭക്തന്മാരോടും സന്യാസിമാരാലും പരിവൃതരായിരുന്നു. അദ്ദേഹവും ശ്രീരാമകൃഷ്ണനെ പോലെ ത്യാഗികളെയും ഭക്തന്മാരെയും സ്വന്തം ആളുകളായി കരുതി പോന്നു. സ്വജനങ്ങളെ അന്യരായും കരുതി. ശരീരമിടുന്ന സമയത്തും വീട്ടുകാരെ വിവരമറിയിക്കരുതെന്ന് പരിചാരകനായ ബ്രഹ്മചാരിയോട് പറഞ്ഞിരുന്നു. അയൽക്കാർ വിവരമറിയിച്ചിട്ടാണ് വീട്ടുകാർ വന്ന് ചേർന്നത്. മഹേന്ദ്രനാഥ ഗുപ്തന് 2 പുത്രന്മാരും 2 പുത്രിമാരും വളരെയേറെ ബന്ധുജനങ്ങളും ഉണ്ടായിരുന്നു. തൻ്റെ കർത്തവ്യങ്ങളെല്ലാം യഥാവിധി നിറവേറ്റി പോന്നിരുന്നുവെങ്കിലും അദ്ദേഹം സ്വന്തം വീട്ടിൽ പ്രവാസിയായി പാർത്തു. വഴിയമ്പലത്തിലെ പഥികനെ പോലെ ഗുരുദേവൻ്റെയും മാതൃദേവിയുടെയും ബന്ധുജനങ്ങളെ ഗുരുദേവനെ പോലെ ആദരിച്ചു പോകും. അവരുടെ ജന്മസ്ഥാനങ്ങളിലെ ആളുകളെ പോലും വളരെ ആദരവോടെയാണ് കരുതിയിരുന്നത്. ശ്രീരാമകൃഷ്ണദേവനെയും മാതൃദേവിയെയും ഒന്നായിട്ടാണ് അദ്ദേഹം അറിഞ്ഞിരുന്നത്. ഗുരുദേവൻ്റെ ശിഷ്യന്മാരെയും ശിഷ്യകളെയും ഗുരുവിനെ പോലെ കരുതി പോകുന്നു. മാസ്റ്റർ ബേലൂർ മഠത്തിലെ ഒരു പമ്പ്ലിമൂസ് നാരങ്ങയും ദക്ഷിണേശ്വരത്തെ ഒരു കൂളക്കായും വൈകുണ്ഠത്തിലെ നിർമാല്യമായി കരുതി സമീപം സൂക്ഷിച്ചിരുന്നു. മാർട്ടിൻ സ്കൂളിൻ്റെ 4ാം നിലയുടെ മട്ടുപ്പാവും കോവണിപ്പടി മുറിയും നൈമിശാരണ്യമായിരുന്നു. അവിടെ സദാ ഭാഗവതം മുഴങ്ങിക്കൊണ്ടിരുന്നു. ശ്രീനാരദ മഹർഷിയെ പോലെ മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണ ഗുണഗാനത്തിൽ നിരന്തരം വ്യാപൃതനായി വാണു. ആരെ ഏത് സന്ദർഭത്തിലാകട്ടെ, എന്ത് കാര്യമെങ്കിലും ഉന്നയിക്കട്ടെ, മാസ്റ്റർ ശ്രോതാവിനെ അയാൾ അറിയാതെ ശ്രീരാമകൃഷ്ണ കഥ അമൃത സാഗരത്തിൽ കൊണ്ടുപോയി കുളിപ്പിക്കും. മാസ്റ്ററുടെ സമക്ഷം ആരും സന്യാസിമാരെ നിന്ദിക്കാൻ ധൈര്യപ്പെടുകയില്ല. അറിയാതെ ആരെങ്കിലും അങ്ങനെ ചെയ്തു പോയെങ്കിൽ മാസ്റ്റർ അയാളെ മൃദു മധുര വാക്കുകൾ കൊണ്ട് പശ്ചാത്താപ ബാഷ്പത്തിൽ മുങ്ങാനിടയാക്കും. മാസ്റ്റർ പറയാറുണ്ട്, മനുഷ്യൻ ഗുണദോഷങ്ങൾ നിറഞ്ഞവനാണ്. സന്യാസിമാരിൽ ദോഷമുണ്ടെന്ന് വന്നാലും അവർ നമുക്ക് പ്രണമ്യരാണ്. അവരെ നിന്ദിച്ചാൽ പിന്നെ നാം ആരുടെ അടുത്ത് നിന്ന് ഈശ്വര വാർത്തകൾ കേൾക്കും? നല്ലൊരു ചോദ്യമല്ലേ. മനുഷ്യനെല്ലാം ഗുണദോഷങ്ങൾ നിറഞ്ഞവനാണ്. സന്യാസിമാരിൽ ദോഷമുണ്ടെന്ന് വന്നാലും അവരെ നമ്മൾ നമസ്കരിക്കേണ്ടവരാണ്. അവരെ നിന്ദിച്ചാൽ
പിന്നെ നാം ആരുടെ അടുത്ത് നിന്ന് ഈശ്വര വാർത്തകൾ കേൾക്കും? അദ്ദേഹം ഭക്തന്മാരെ വെളുപ്പിന് ആദ്യത്തെ ബോട്ടിന് ബേലൂർ മഠത്തിൽ പറഞ്ഞയക്കുമായിരുന്നു. ഗുണഗ്രാഹിയായ രാജഹംസമായിരുന്നു മാസ്റ്റർ. പരദോഷം കാണാനും പറയാനുമുള്ള വാസന അദ്ദേഹം പണ്ടേ വെടിഞ്ഞിരുന്നു. ആഭിജാത്യം, വിദ്യ, ബുദ്ധി, രൂപം, ഗുണം എന്നിവയിൽ അഭിമാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒട്ടുമുണ്ടായിരുന്നില്ല. ശ്രീരാമകൃഷ്ണ അമൃതം, ശ്രീരാമകൃഷ്ണ കഥ അമൃതം രചിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി ജനിച്ച സുഹൃതിയാണ് എം എന്നറിയപ്പെട്ട ശ്രീ മഹേന്ദ്രനാഥ ഗുപ്തൻ. ഒരു ദിവസം രാത്രി 9 മണിക്ക് കഥ അമൃതത്തിൻ്റെ 5ാം ഭാഗം എഴുതി തീർത്തു. അത് കഴിഞ്ഞതും സ്നായുശൂലം ആരംഭിച്ചു. രാജഹംസത്തെ പോലെ മാസ്റ്റർ മഹാശയൻ ഗാനം ആരംഭിച്ചു. ഗുരുദേവ, അമ്മേ, മകനെ മടിയിലേക്കെടുക്കൂ. ആ ഗാനവും കീർത്തിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണ ഗതപ്രാണനായ മാസ്റ്റർ മഹാശയൻ 1932 ജൂൺ മാസം 4-ാം തീയതി ശനിയാഴ്ച അമാവാസി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിൽ ഫലഹാരിണി കാളി പൂജയ്ക്ക് ശേഷം ഭഗവത്പദം പ്രാപിച്ചു. ഇത് ശനിയാഴ്ചയാണ്. അദ്ദേഹം ജനിച്ചത് വെള്ളിയാഴ്ചയാണ്. ഇന്നലെ വെള്ളിയാഴ്ചയാണ് നമ്മൾ ആരംഭിച്ചത്. 3 ആഴ്ച മുമ്പ് തന്നെ മാസ്റ്റർ ദുർഗാനാമവും ഉച്ചരിച്ചുകൊണ്ട് മനമൊറ്റ മൃത്യുഞ്ജയ ഗാനം കീർത്തിച്ച് കെട്ടുമുറുക്കി തയ്യാറായിട്ടാണ് ഇരുന്നിരുന്നത്. അഭയപദത്തിൽ പ്രാണനർപ്പിച്ചൻ അന്തകഭയമിനി എനിക്കെവിടെ, അഭയപദത്തിൽ പ്രാണനർപ്പിച്ചൻ അന്തകഭയമിനി എനിക്കെവിടെ എന്ന് അദ്ദേഹം എഴുതിയിരുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് മാസ്റ്റർ മഹാശയനെ കുറിച്ചുള്ള മഹനീയമായ വിവരണം ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ ആദ്യത്തെ പേജിൽ പൂർണ്ണമാവുന്നു. നാളെ അടുത്ത ഭാഗം നമുക്ക് ആരംഭിക്കാം. വളരെയേറെ പ്രാധാന്യമുള്ള ഈ മഹാഗ്രന്ഥത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ള അനുഗ്രഹം ലഭിക്കണമേ എന്നെല്ലാവരും ശ്രീരാമകൃഷ്ണദേവനോട് പ്രാർത്ഥിക്കണം. ഒരു മഹാഗുരുവിനെ നമുക്ക് മനസ്സിൽ താലോലിക്കുന്ന മഹാസങ്കല്പം ഉണ്ടാവണം. ഭഗവാൻ ഷിർഡി സായി ബാബയുടെ ചരിതം കേട്ട്, മള്ളിയൂർ തിരുമേനിയുടെ ചരിതം കേട്ട്, മാതാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ ചരിതം കേട്ട് 4ാമത്തെ ഗുരു ദർശനമാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതമെന്ന് കുറി വന്നത്. നമ്മുടെ ധർമ്മവും നമ്മുടെ ധനവും നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്ന സങ്കല്പങ്ങളും മോക്ഷവും. ധർമ്മമർത്ഥം കാമം മോക്ഷം. കാമത്തിന് ഭൗതികമായ അർത്ഥമല്ല എടുക്കേണ്ടത്, ആഗ്രഹ സാക്ഷാത്കാരത്തിനുള്ള സമർപ്പണം. അങ്ങനെ 4ാമത്തെ ഗുരു ദർശനം എന്തു വേണമെന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് വന്നത് ശ്രീരാമകൃഷ്ണ വചനാമൃതമാണ്. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായി നമ്മൾ കണ്ടുകൊണ്ട് ഈ കാലത്ത് ഗുരുത്വമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ, വിവേകവും വിജ്ഞാനവും ഇല്ലാത്ത ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ വളർന്നു വരുന്ന നല്ല തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക്, ഇത് കേൾക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇതൊരു മാർഗദർശനമാവട്ടെ. ഭാഗവത കുടുംബത്തിലും ചക്കുളത്ത് അമ്മയുടെ കുടുംബത്തിലുമൊക്കെ ബന്ധപ്പെടുന്ന നമുക്ക് ഗുരുവും ദേവിയും ഒക്കെ പകർന്നു തരുന്ന മഹത്തായ സംസ്കാരത്തിൻ്റെ ഗാഥ പാടാൻ അനേക അവസരങ്ങളുണ്ടാവട്ടെ. സ്വപ്ന കേൾക്കുമ്പോൾ അമൃതവർഷിണിക്കും ശ്രേയസിനും, ജയശ്രീ ടീച്ചർ കേൾക്കുമ്പോൾ അമ്മുവിനും, സജീവൻ കേൾക്കുമ്പോൾ അമൃതരാജിനും, പ്രസന്ന ടീച്ചർ കേൾക്കുമ്പോൾ പ്രണവിനും, മാളവികയ്ക്കും, രശ്മിക്കും,
രാധാകൃഷ്ണൻ വാസുദേവ സാറും ബിന്ദു ചേച്ചിയും കേൾക്കുമ്പോൾ അത് വീണയ്ക്കും. കുമാരി ദേവി ടീച്ചർ കേൾക്കുമ്പോൾ ആ വീട്ടിലെ കുട്ടികൾക്കും, പുനലൂർ വെഞ്ചേമ്പിലെ രാജശേഖരൻ കേൾക്കുമ്പോൾ നവമിക്കും, ശ്യാം കേൾക്കുമ്പോൾ അക്ഷയിനും, അങ്ങനെ ഓരോ കുടുംബത്തിലെയും മുതിർന്നവർ അത് കേൾക്കുമ്പോൾ, ഗിരിജ ചേച്ചിയും ശശിയേട്ടനും അത് കേൾക്കുമ്പോൾ കൊച്ചുമക്കൾക്കും ഒക്കെ ഒരു ഗുണം ലഭിക്കുമെങ്കിൽ, സുരേഷ് കുമാർ സാർ കേൾക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളായ മീനാക്ഷിക്കും ആദിദേവനും, ചക്രപുരത്തെ രവീന്ദ്രൻ കേൾക്കുമ്പോൾ അതായത് കൊച്ചുമക്കളായില്ല, ഉടൻ തന്നെ ആവും, ആ കൊച്ചുമക്കൾക്കും മക്കൾക്കുമൊക്കെ പ്രയോജനം ചെയ്യുന്ന മഹത്തായ ഒരു സങ്കല്പത്തിലേക്ക് അത് എത്താൻ നമുക്ക് സാധിക്കും. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ചടങ്ങ് തുടങ്ങിയിട്ടുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കണം. ശ്രീരാമകൃഷ്ണ വചനാമൃതം നമുക്ക് കേൾക്കാൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ 9:30 വരെയുള്ള ഒരു സമയം ഉണ്ടാക്കണമെന്ന് പരിചയമുള്ളവരോടൊക്കെ പറയണം. അവർക്ക് ഈ ഫേസ്ബുക്കിലേക്ക് പ്രവേശിക്കാൻ ഇതൊരു നിഷ്കാമ കർമ്മമാണ്. അതിലെല്ലാവരും വന്നണയണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഗുരുകാര്യങ്ങളും ഈശ്വരീയ കാര്യങ്ങളും മലയോർ തിരുമേനിയുടെയും ചക്കുളത്ത് അമ്മയുടെയും കുണ്ടറയിലെ ഇണ്ടളയപ്പൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു സത്സംഗമായിരുന്നു ഇവിടെ 5:45 മുതൽ 8:45 വരെ ഒരു യാമം കുണ്ടറയിൽ നിന്ന് വന്ന പ്രസന്ന ടീച്ചറും കുടുംബവുമായി നുച്ചേട്ടനുമായി നടന്നത്. അത് കഴിഞ്ഞ് 9 മണിക്ക് അവർ യാത്ര പറഞ്ഞിറങ്ങുമ്പോഴാണ് ആ മഴയും ഇടിയും. ഞാൻ പറഞ്ഞു, ഇതാണ് ഒരു സത്സംഗത്തിൻ്റെ മഹിമയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് വീടിൻ്റെ മുന്നിലുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ ദീപവും കണ്ട് തൊഴുതാണ് അവർ കാറിലേക്ക് പ്രവേശിച്ചത്. ഇതൊക്കെ വലിയ വലിയ അനുഭവങ്ങളായി കാണാൻ ഈ കാലത്ത് സാധിക്കണം. അരുൺ നായർക്കും നമസ്കാരം. ധാരാളം പേരെ ഈ മാർഗത്തിലേക്ക്, ഗുരുത്വത്തിലേക്ക് അടുപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. ആ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ മഹത്വമാണ് നമുക്ക് പകരുന്നത്. രതിദേവി ടീച്ചർ ചേട്ടനോടൊപ്പം കാണുമ്പോൾ ഭാഗീരഥിക്ക്, ദുർഗയ്ക്കാണ് അതിൻ്റെ ഗുണം, പിന്നെ അവരുടെ കുടുംബത്തിനാണ്. ആരൊക്കെ ഈ ലൈവിൽ വന്നിരുന്ന് ഇത് ശ്രവിക്കുന്നുവോ അവർക്ക് വേറെ ചിലവൊന്നുമില്ല, ശ്രവണത്തിന് സമയം കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് വലിയ ഗുണമാണ് എന്ന് നിങ്ങൾ അറിയിക്കണം. എല്ലാവരും 2 പേരെ കൂടെ അത് കേൾപ്പിക്കാനുള്ള അവസരമൊരുക്കണം. ആ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ വൈശിഷ്ട്യമാണ്. ദേവിയെ വളരെ ബാല്യത്തിലെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് സ്വപ്നെ ഓർമ്മശക്തി നിൽക്കുന്നത്. മേധ, ആ ഓർമ്മശക്തി ദേവി നമുക്ക് പകരുന്നതാണ്, ഗുരു നമുക്ക് അരുളുന്നതാണ്. ആ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ വൈഭവം നമുക്ക് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പുരാണങ്ങളെക്കുറിച്ചോ ഗുരുക്കന്മാരെക്കുറിച്ചോ ഒന്നും നമുക്ക് അറിയില്ല. ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും ശ്രവിക്കാനുള്ള ഭാഗ്യമില്ല. അമൃത നഴ്സറി വെള്ളൂർ അമ്മയുടെ ചരിതം 101 ദിവസം കേട്ടവരാണ് വടകര മക്കൾ. അവർക്കും പ്രത്യേക നമസ്കാരം. നിങ്ങളെപ്പോഴും അമ്മയെ രാമകൃഷ്ണദേവനോടും ശാരദാദേവിയോടും ഒപ്പം കണ്ടാൽ മതി. ഈ ഇരിക്കുന്നത് ശാരദാദേവിയാണെന്നാണ് അമൃതാനന്ദമയി അമ്മയെക്കുറിച്ച് ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് പറഞ്ഞത്. ദേവിയായി നിങ്ങൾ കണ്ട് ആരാധിച്ചോളൂ എന്നാണ് മള്ളിയൂർ തിരുമേനി പറഞ്ഞത്. സജീവൻ്റെയും കുടുംബത്തിൻ്റെയും പ്രണാമവും അർപ്പിക്കുക. അപ്പം രാമകൃഷ്ണദേവനും ശാരദാദേവിയും ആരാണെന്ന് മനസ്സിലാക്കിയ ഒരാളിന് മാത്രമേ അമ്മ അമൃതാനന്ദമയി ദേവിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം ഗുരു പരമ്പര ഇങ്ങനെ പകരുകയാണ് ആ ചൈതന്യം ഓരോരുത്തരിലൂടെ. അതിനെല്ലാവർക്കും സാധിക്കുന്നില്ലല്ലോ. നമ്മളെല്ലാം ആ പാദസേവ ചെയ്ത പാദങ്ങളിൽ നമസ്കരിച്ച തീർത്ഥം അനുഗ്രഹമായി കുടിക്കുക. അമ്മയുടെ വചനങ്ങളും രാമകൃഷ്ണദേവൻ്റെ കാലത്തെ ആ വചനങ്ങളുമൊക്കെ തമ്മിൽ എത്രയോ ബന്ധമാണ്. അമ്മ ആനുകാലികമായി പറയുന്ന കാര്യങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ്. അപ്പം മുൻകൂട്ടി കണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ പോലെ അമ്മയുടെ വാക്കുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു കാലത്ത്
അമൃതാനന്ദമയി ദേവി ഭജനാമൃതം എന്ന് പറയുന്ന നിലയിലാണ് മാതൃഭൂമിയിലൊക്കെ ഇപ്പോൾ വരുന്ന അമ്മയുടെ ആ എല്ലാ ഞായറാഴ്ചയുമുള്ള പങ്ക്തി. നാളെ ഞായറാഴ്ചയാണല്ലോ, നാളെ വരുമ്പോൾ നിങ്ങൾ നോക്കൂ. അതുപോലെ മാതൃവാണിയിലുള്ള അമ്മയുടെ സന്ദേശം നോക്കൂ. ഓരോ ദിവസവും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇടുന്ന അമ്മയുടെ ചില പ്രാധാന്യമുള്ള സന്ദേശങ്ങൾ വായിച്ചു നോക്കൂ. എത്രയോ ദീർഘവീക്ഷണത്തോടു കൂടിയാണ്. അമ്മയുടെ പരമഭക്തനായ, അമ്മയല്ലാതെ മറ്റൊന്നുമില്ലാത്ത ദുബൈയിലിരുന്നു കൊണ്ട് ജിനേഷും പറയുന്നത് പരമസത്യമെന്നാണ്. ജിനേഷ് കഴിഞ്ഞ ദിവസം ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു രാത്രി. അമ്മയിൽ ദേവിയെ കാണുകയാണ്. തിരുവണ്ണാമലയിൽ പോയ സംഭവമൊക്കെ ജിനേഷ് സൂചിപ്പിച്ചു. അപ്പോൾ ഗുരുക്കന്മാരുടെ ചരിതം വായിച്ചു വരുന്നവർക്ക്, അതറിയുന്നവർക്കറിയാം ഇവരൊക്കെ ആരാണ്. അവരെ നമ്മൾ ഉപയോഗപ്പെടുത്താതെ അവരിൽ അപവാദങ്ങളും പറഞ്ഞ് ക്ഷീരമുള്ളവർ അകലിൻ ചോട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകമെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടം അത്രയേ ഉള്ളൂ. അവർക്കെന്താ? അവരെ ഇതൊന്നും ബാധിക്കുന്നില്ല. ശ്രീരാമകൃഷ്ണദേവനെയും അമ്മ അമൃതാനന്ദമയി ദേവിയെയും ഒക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരെ ബാധിക്കുന്നില്ല. സൂര്യനെ നോക്കി സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായതേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായതേ നമ, സ്ഥാവരജംഗമ ആചാര്യായതേ നമോ, ദേവായ വിശ്വൈക സാക്ഷിണേതേ നമ, സത്വപ്രധാനായ തത്വായതേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ എന്ന നാളെ രാവിലെ സൂര്യൻ്റെ ദിവസമായതുകൊണ്ട് കിഴക്കോട്ട് നോക്കി നിന്ന് നമ്മൾ 7 മണിക്ക് ജപിച്ചാലും, രാവിലെ വന്നേതു ഇനി എന്തൊരു ചൂടാണ് എന്ന് പറഞ്ഞ് സൂര്യനെ 4 തെറി പറഞ്ഞാലും അദ്ദേഹത്തിന് യാതൊന്നുമില്ല എന്ന് നമ്മൾ ധരിക്കണം. ചന്ദനമരം അതിനെ വെട്ടിമുറിച്ചിടുന്ന കോടാലിയെ പോലും സുഗന്ധപൂരിതമാക്കുന്നു. ചന്ദനമരം വാസ്തവത്തിൽ മുറിച്ചിടുകയാണ് കോടാലി. ആ കോടാലിയുടെ ആ ഇരുമ്പ് കഷ്ണത്തിനോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്നത് ചന്ദനമരത്തിൻ്റെ തന്നെ ശാഖയാണ്. അത് മുറുകെ അവിടെ ഇരിക്കാൻ വെച്ചിരിക്കുന്ന കൊച്ചു തടിക്കഷ്ണവും ചന്ദനമരമാണ്. പക്ഷേ ആ ചന്ദനമരത്തെ വെട്ടിമുറിച്ചിടുന്ന കോടാലിയെ പോലും ആ മരം സുഗന്ധപൂരിതമാക്കുന്നത് പോലെ ഗുരുക്കന്മാർ എപ്പോഴും നമുക്ക് നന്മ വരാൻ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് നന്മ വരാനുള്ള മാർഗങ്ങളെ ഉപദേശിച്ചിട്ടുള്ളൂ. അവരതേ ചെയ്തിട്ടുള്ളൂ. അതിനെ എങ്ങനെ കാണണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് ഒരാളുടെയും കുറ്റങ്ങൾ കാണാതെ, കുറവുകൾ പറയാതെ, നേരത്തെ മാസ്റ്റർ മഹാശയൻ പറഞ്ഞതുപോലെ നല്ല ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങളെ നിങ്ങൾ നിന്ദിച്ചാൽ പിന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ആര് ചെയ്തു തരും? എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആളുകളാണ്. ദേവി മഹാത്മ്യത്തിൽ മഹർഷിയോട് രാജാവും വൈശ്യനും പറയും, ദേവി ഭാഗവത്തിൽ, അങ്ങ് ഞങ്ങൾക്ക് മന്ത്രം ഉപദേശിച്ച് തന്നതിന് നമസ്കാരം. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കുന്ന കാലത്ത് ഞങ്ങൾ നന്നാകണമെന്ന് ചിന്തിച്ച് അങ്ങ് ഞങ്ങൾക്ക് അമ്മയുടെ മന്ത്രം ഉപദേശിച്ച് തന്നല്ലോ, കോടി പ്രണാമം. ഞങ്ങൾക്ക് അമ്മയെ കാണാൻ സാധിച്ചല്ലോ, നമസ്കാരം. അമ്മ രാജാവാകാനും ജ്ഞാനിയാകാനും ഞങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിച്ചല്ലോ, നമസ്കാരം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദേവി ഭാഗവതത്തിൻ്റെ 4 അധ്യായങ്ങളും ദേവി മഹാത്മ്യത്തിൻ്റെ 13-ാം അധ്യായവും പൂർത്തീകരിക്കുന്നത്. അതാണ് ഇന്ന് നമ്മൾ ചക്കുളത്തെ പേജിൽ രാവിലെ പൂർത്തീകരിച്ചത്. വൈകിട്ട് ഇന്നലെ പൂർത്തീകരിക്കാതെ സൂര്യൻ ഉദിച്ചു വരുന്ന ഈ ഐശ്വര്യം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമേ. ഇന്ന് രാവിലെ ഞങ്ങൾ 9 മണിക്ക് കണ്ട സൂര്യൻ നിൽക്കുന്ന സ്ഥാനത്ത് തിങ്കളാഴ്ച രാത്രി 9 മണിക്ക് പൗർണമി ചന്ദ്രനെ കാണാൻ ഇടയാകണേ. പുഷ്പം അർച്ചിക്കുന്നവനും ചെളി വാരി എറിയുന്നവനും ഭഗവാൻ ഒരുപോലെയാണ് എന്ന് സ്വപ്ന പറഞ്ഞത് സത്യമാണ്. എന്താ ചെയ്താലും അദ്ദേഹത്തിനൊന്നുമില്ല. ഗുരുക്കന്മാരും ഈശ്വരന്മാരും അങ്ങനെ തന്നെയാണ്. ലോഷ്ടാശ്മ കാഞ്ചന തുല്യരാണ് എന്ന് പറയും. ലോഷ്ടം, അശ്മം, ചെളിയും സ്വർണവും അവർക്ക് ഒരേപോലെയാണ്. അപ്പം അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ ചരിതങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന, ഒരുപക്ഷെ ആരും അറിയാതെ ഓരോ സ്ഥലങ്ങളിലിരിക്കുന്ന ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീരാമകൃഷ്ണ ഭജനാമൃതവും അമ്മയുടെ ചരിതവും ഒക്കെ ഒരേപോലെ തന്നെയാണ് എന്നാണ് സഞ്ജീവനും എഴുതിയത്. ഇന്ന് ദേവി മഹാത്മ്യം പൂർത്തിയാക്കി തന്നതിൽ നമസ്കാരം എന്നാണ് ജയശ്രീ ടീച്ചർ പറഞ്ഞത്. നിങ്ങളൊക്കെ ടീച്ചർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഭാഗവത കുടുംബത്തിലെ അംഗങ്ങൾ എത്രയോ തവണ ദേവി മഹാത്മ്യം ആവർത്തിച്ച് വായിച്ചതാണ്. ടീച്ചർ തന്നെയാണ് 38 പ്രാവശ്യം വായിച്ചതാണ് എനിക്ക് ഓർമ്മ. ഞാൻ ഒരിക്കൽ പറഞ്ഞു 41 ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഇത് പൂർത്തീകരിക്കാതെ നിർത്താതെ അനവരതം തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മളാ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ വലിയ ഐശ്വര്യം നമ്മുടെ അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് കൊടുക്കുമെന്ന കാര്യത്തിൽ
യാതൊരു സംശയവും ആർക്കും വേണ്ട. കാരണം ഒരു പരമസത്യത്തെ ജനങ്ങളിൽ നമ്മൾ അറിയിക്കുന്നതേ ഉള്ളൂ. അത് വേറെ ഒന്നിനു വേണ്ടി അല്ലല്ലോ, പണത്തിന് വേണ്ടിയല്ല, ഖ്യാതിക്ക് വേണ്ടിയല്ല, വേറെ ഒന്നും മോഹിച്ചിട്ടല്ല. ഇതാണ് നിഷ്കാമമായ കർമ്മം. നിങ്ങളതിൽ കേൾക്കാനിരിക്കുന്നത് നിഷ്കാമമാണ്, മറ്റൊന്നും ആഗ്രഹിച്ചിട്ടല്ല. നല്ലത് കുറേ കേൾക്കുക, എന്തെല്ലാം വേണ്ടാത്തതൊക്കെ കേൾക്കണം ഒരു ദിവസം, എന്തെല്ലാം വേണ്ടാത്തതൊക്കെ കാണണം. വേണ്ടാത്തൊന്നും പറയണ്ട, നമ്മൾ തീരുമാനിച്ചാൽ മതിയല്ലോ. പക്ഷേ പലതും കേൾക്കേണ്ടി വരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പലതും കാണേണ്ടി വരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അതൊന്നും ഞങ്ങളെ ബാധിക്കല്ലേ ഭഗവാനെ. അതൊക്കെ കലിയുഗത്തിൽ ഉള്ളതാണ്. അതിനെ നിന്നൊക്കെ ഞങ്ങളൊക്കെ ഒരു വിടുതൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ആ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ വൈശിഷ്ട്യം നമുക്കുണ്ടാക്കിയെടുക്കാൻ ഈ ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്ന ഗുരുദർശനം പ്രയോജനപ്പെടണം. അമ്മയുടെ ഭക്തന്മാരെല്ലാം അമ്മയെ രാമകൃഷ്ണദേവനായും ശാരദാദേവിയായും ഒക്കെ കാണുന്നു. ഇപ്പോൾ എത്രയോ ഭക്തന്മാരുടെ അനുഭവം കേട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതൊക്കെ നമുക്ക് നന്മയെ വരുത്തും. അതുകൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നതല്ലേ ഏറ്റവും ശ്രേഷ്ഠത. അമ്മയെക്കുറിച്ച് പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി എഴുതിയത് പലപ്പോഴും നമ്മുടെ കണ്ണുകളെ ഇറങ്ങണിയിച്ചു. അതുപോലെ മാസ്റ്റർ മഹാശയൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ തന്നെ നമുക്ക് കണ്ണുകൾ ഇറങ്ങണിഞ്ഞു. എന്താ കാരണം? അത് അവരുടെ ആ ഗുരുക്കന്മാരിൽ നിന്ന് അവർ നേരിട്ട് അനുഭവിച്ചതാണ്. ഭജനാമൃത പാരായണം നിർത്താൻ കഴിയില്ല എന്നാണ് സത്യമാണ്. അത് ശ്രീ വിജയൻ പറഞ്ഞത് സത്യമാണ്. അത് നിർത്താൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്ക് നൽകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഭവനങ്ങളിലും അമ്മയുടെ ചരിതവും ശ്രീരാമകൃഷ്ണ വചനാമൃതവും ഭാഗവതവും രാമായണവും മഹാഭാരതവും ദൈവദശകവും ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ഉണ്ടാവട്ടെ. എത്ര വായിച്ചാലും വീണ്ടും വായിക്കുമ്പോൾ ഇതൊക്കെ ഇതിലുണ്ടായിരുന്നോ എന്ന് തോന്നാറുണ്ടെന്നാണ് ശ്രീകാര്യത്തെ ഉഷച്ചേച്ചി എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വായനയിൽ ഒരു രീതി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും നിർത്താൻ സാധിക്കില്ല. കാരണം അത് അവരെ ചെയ്യിക്കുന്നതാണ്. ആ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ വൈശിഷ്ട്യം. ഇപ്പം മാസ്റ്റർ എമ്മിനെ പോലെ അദ്ദേഹം വലിയ ദേശീയ പുരസ്കാരം നേടി. അദ്ദേഹം ഈ അടുത്ത സമയത്ത് മള്ളിയൂരിൽ വന്നിരുന്നു. ധാരാളം കാര്യങ്ങൾ ഓരോരുത്തരും ഓരോ ഗുരുക്കന്മാരും സമൂഹത്തിൽ ചെയ്തു കൊടുക്കുന്നതൊക്കെ നമുക്ക് നന്മ ലഭിക്കാനാണ് എന്ന് ധരിച്ചാൽ മതി. ഒരു മരം വെയിൽ കൊണ്ടുകൊണ്ട് തണൽ കൊടുക്കുന്ന പോലെയാണ് അവരൊക്കെ അത് ചെയ്യുന്നത്. അമ്മ തന്നെ ഇരുന്നാൽ 3 ദിവസം കഴിഞ്ഞ് എഴുന്നേൽക്കാൻ ആർക്ക് സാധിക്കും? ഇന്ന് രാവിലെ ഇരുന്നാൽ 3 ദിവസം കഴിഞ്ഞാണ് അമ്മ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭക്തജനങ്ങളെ എല്ലാം കണ്ടിട്ട് എഴുന്നേൽക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ചരിതങ്ങളുമായി ബന്ധപ്പെടുമ്പോഴും ആ ഈശ്വരീയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കാൻ സാധിക്കും. ശ്രീ സുരേഷ് കുമാറിനും നമസ്കാരം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എവിടെ ധർമ്മത്തിനൊരു കുറവ് വരുന്നുവോ അവിടെ ഈശ്വരൻ കുറേ പേരെ നിയോഗിച്ചിരിക്കുന്നു അതൊന്ന് ബാലൻസ് ചെയ്യാൻ. വേണ്ടവർ സ്വീകരിക്കുക, വേണ്ടാത്തവർ നിരസിക്കുക, അത്രയേ ഉള്ളൂ. ഒരു കട രാവിലെ തുറന്നു വെക്കുന്നത് കടക്കാരൻ എല്ലാവരും വന്ന് കയറണമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ. വേണ്ടവർ വരും. മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്, വേണ്ടവർക്കും. അതേപോലെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെയൊക്കെ ചില ഗുരുക്കന്മാർ ചില സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ട്, വേണ്ടവർ സ്വീകരിക്കുക, അത്രയേ ഉള്ളൂ. അവർക്കതൊന്നും നിർബന്ധമില്ല. ആ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ മഹിമയും സന്തോഷത്തിന് എന്തൊക്കെ നമുക്ക് ഈ പ്രകൃതിയിൽ വിഭവങ്ങളായി കരുതി വച്ചിട്ടുണ്ടോ അതിനെയൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ സങ്കല്പമായി അത് മാറട്ടെ. ഗുരുദർശനം അഭംഗുരം തുടരണം. അമ്മയുടെ പൂർത്തീകരിക്കുന്നത് കൊണ്ട് ഒരിക്കലും നിർത്തരുത് എന്ന് എന്നോട് രാത്രി 12:15 മണിക്ക് ടെലിഫോണിൽ വിളിച്ചു പറഞ്ഞ ആളാണ് പ്രിയപ്പെട്ട ശ്രീ സജീവൻ. സജീവ നമസ്കാരം. ഞങ്ങൾ തമ്മിലുള്ള പലപ്പോഴും സംഭാഷണം 12:15, 12:30, 1 മണി, 1:15 വരെ പോയിട്ടുണ്ട്. അത് ഞങ്ങളൊരു സത്സംഗം പോലെയാണ്. അപ്പോൾ ഗ്രൂപ്പ് ഗുരുദർശനം ഗുരു പൂജ നടത്തുന്നത് നോക്കിയിട്ട് ഒരിക്കൽ സജീവൻ പറഞ്ഞു, ഗുരുപൂജ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചില സുഹൃതികൾ അവിടെ അപ്പോൾ 9:30, 10 മണിയൊക്കെ ആയിട്ടുള്ളൂ, ഇവിടെ 12:30 ആവും. ഗുരുപൂജ കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മുടെ ആമ്പാടി ഗ്രൂപ്പിലാണെങ്കിൽ കുട്ടികൾ 10 മണിക്ക് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ ആദ്യം അതങ്ങ് ഗുരുപൂജയോടുകൂടി പൂർത്തീകരിക്കും.
ഇപ്പം മണ്ഡലകാലമായതുകൊണ്ട് ഹരിവരാസനവും ചക്കുളത്തെ ഉറക്കപ്പാട്ടും ഒക്കെ ഇട്ട് ഗുരുപൂജയോടുകൂടി ശരി നമുക്കിനി നാളെ ഉദയത്തിന് ഗുരുപൂജയോടെ ആരംഭിക്കാം. അതാണ് 6 മണിക്ക് ഇപ്പോൾ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി എല്ലാ ഗ്രൂപ്പുകളും നമ്മളൊന്ന് ഓപ്പൺ ചെയ്താൽ ചിലപ്പോൾ ആധ്യാത്മികമായ ചില കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ചില രാഷ്ട്രീയ പോസ്റ്റുകൾ കൂടി വരും. ആ രാഷ്ട്രീയ പോസ്റ്റ് കാണുമ്പോൾ നമുക്കിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഒരാളെ വിമർശിക്കുന്ന ഒരു കാര്യം ഒരു ആധ്യാത്മിക ഗ്രൂപ്പിൽ വേണ്ടാന്നേ ഉള്ളൂ. രാഷ്ട്രീയം നല്ലതാണ്. രാഷ്ട്രീയം എന്ന വാക്കിൻ്റെ അർത്ഥം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നാണ്. ഞാനും മലയാളവും പൊളിറ്റിക്സ് വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ രാഷ്ട്രീയം നല്ലതാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരിലായാലും നന്മ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ വിമർശിക്കാതിരുന്നാൽ മതി. രാഷ്ട്രീയത്തിലെ നല്ല കാര്യങ്ങൾ നമുക്ക് പറയാം. ആ ഈശ്വരീയ സങ്കല്പങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ധരിക്കുന്ന ഒരാളാണ് ഞാനും. എനിക്ക് എൻ്റേതായ രാഷ്ട്രീയമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയമുണ്ട്. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ മതി, ഈശ്വരനെ നിഷേധിക്കുന്ന ഒന്നിനും നമ്മൾ കൂട്ടുകൂടരുതെന്ന് ചിന്തിച്ചാണ്. പ്രപഞ്ച നിയമങ്ങളൊന്നും സത്യമല്ല, ഈശ്വര എന്ന് പറയുന്നത് ഒന്നില്ല, അതൊക്കെ വെറുതെയാണ് എന്ന് പറയുന്നവർ നമ്മുടെ ബന്ധുക്കളല്ല. ഈശ്വരൻ ഉണ്ട്, അത് പരമമായ സത്യമാണ് എന്ന് ആര് പറയുന്നോ അവരൊക്കെ നമ്മുടെ ബന്ധുക്കളാണ്. അതിലൊന്നും ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒന്നും നമ്മൾ കാണരുത്. ആ ഈശ്വരീയ സങ്കല്പത്തിൽ ധാരാളം കുട്ടികളെ അമ്പാടി മാലപ്പടക്കം പോലെ പോകുന്നു എന്നാണ് ജയശ്രീ ടീച്ചർ എഴുതിയത്. അതൊക്കെ അധ്യാപികമാരായ കുറേ പേരും അമൃതവർഷിണിയെ പോലെ ഉള്ള കുട്ടികളെയൊക്കെ, അതിന് ഞാൻ എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കാറുണ്ട്. ധാരാളം കുട്ടികൾ ആ മാർഗത്തിൽ നന്നായി ചിന്തിക്കുന്നു. നിങ്ങളെല്ലാവരും കൂടി അവരെ ഒന്ന് ശ്രദ്ധിച്ച് അവർക്കൊരു പ്രോത്സാഹനമൊക്കെ കൊടുത്ത് ആ ഈശ്വരീയ സങ്കല്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു നല്ല 108 കുട്ടികളെ നമുക്ക് സമൂഹത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കും. അതുതന്നെ ഒരു വലിയ കാര്യമാണ്. ഒരേ വേദിയിൽ ഒരു 108 കുട്ടികളെ നിരത്തി നിർത്തി അവരെല്ലാവരും കൂടി ഒരു നാമം ചൊല്ലുന്നത് കേട്ടാൽ തന്നെ ജഗദീശ്വരിയും ജഗദീശ്വരനും ഗുരു പരമ്പരയും അവിടെ എത്തും. എവിടെ എൻ്റെ നാമം രോമാഞ്ചമണിഞ്ഞ് ഗദ്ഗതത്തോടെ കണ്ണുനീരോടെ ഉറക്കെ ചൊല്ലി നൃത്തം ചെയ്യുന്നുവോ അവിടെ എൻ്റെ സാന്നിധ്യമുണ്ടാവും എന്ന് പറഞ്ഞത് ഭഗവാനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നർത്തകൻ, അതിൽ ആരാണ് ഒന്നാമൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പരമശിവനാണോ ശ്രീകൃഷ്ണ ഭഗവാനാണോ എന്ന് നമുക്ക് അത്ഭുതമാണ്. അവരൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു മഹാസങ്കല്പം. ഞങ്ങൾക്ക് മാവേലിക്കരയിൽ ചെട്ടികുളങ്ങരയിൽ കുംഭഭരണിക്ക് പുരുഷന്മാരുടെ ഒരു നൃത്തമുണ്ട്, ഒരു നടനം. അത് എന്തൊരു അത്ഭുതമാണ് എന്ന് നമുക്ക് കണ്ടാൽ തോന്നിപ്പോകും. അതുപോലെ പേട്ടതുള്ളൽ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവരത് ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. അപ്പോൾ നൃത്തം, സാഹിത്യം, സംഗീതം, വാദ്യമേളങ്ങൾ ഇവയൊക്കെ ഈശ്വരന്മാർക്ക് വലിയ ഇഷ്ടമാണ്. ഭാഗവത കുടുംബ അംഗമായതിൽ അഭിമാനിക്കുന്നു എന്നാണ് ഉഷ ചേച്ചി സൂചിപ്പിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഗുരുത്വവും ഈശ്വരീയമായ ഒരു ദർശനവും ഉണ്ടെങ്കിലേ നമുക്കതൊക്കെ ഹൃദ്യമായി തോന്നാറുള്ളൂ. അതിനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീരാമകൃഷ്ണ വചനാമൃതം അടുത്ത ഭാഗം നമുക്ക് നാളെ, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിനമാണ്, ഞായറാഴ്ചയാണ്. എല്ലാവരുടെയും കുടുംബങ്ങളിൽ സർവ ചൈതന്യവും ഉണ്ടാവട്ടെ എന്ന് നമുക്കെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ചക്കുളത്തുകാവ് പൊങ്കാല നാളെ രാവിലെ നടക്കുമ്പോൾ എല്ലാവരും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും കുടുംബങ്ങളിൽ സർവ്വ സൗഭാഗ്യം, ഗുരുത്വം, പ്രഭുത്വം, ഈശ്വരീയത്വം നിറഞ്ഞു വിളങ്ങണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നാമം ജപിച്ച് പൂർത്തീകരിക്കാം. വിജയകുമാർ കൃഷ്ണപിള്ള, അദ്ദേഹത്തിനും പ്രത്യേക നമസ്കാരം. ബീന ജയ് ശബരീശൻ, ഞങ്ങളുടെയൊക്കെ കൊച്ചു പ്രായത്തിൽ കുട്ടികളായി വന്നിരുന്ന ആ ബീന മായ മാവേലിക്കരക്കാരിയാണ്, കാട്ടുവള്ളിക്കാരിയാണ്. ഇന്ന് മായയുടെ കുട്ടികൾ നമ്മുടെ ആമ്പാടി ഗ്രൂപ്പിലുണ്ട്. അപ്പോഴും നമുക്കതൊക്കെ മായ ചൊല്ലുന്ന പോലെയാണ് തോന്നുന്നത്. ആ ഈശ്വരീയ സങ്കല്പം കുട്ടികളിലൂടെ പടരാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ ഐശ്വര്യമാണ്. അതിന് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഗുരുവും ഈശ്വരനും നന്മയെ നൽകൂ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. എല്ലാവരുടെയും ഭവനങ്ങളിൽ സർവശാന്തിയും പുലരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ കോവിഡ് കൊറോണ കാലമൊക്കെ കഴിയുമ്പോൾ അമ്മയുടെ ആശ്രമത്തിൽ എത്താൻ നമുക്ക് കുറച്ച് സമയം മതി. അതുപോലെ കൽക്കത്തയിലെ ബേലൂർ മഠമൊക്കെ എത്രയോ വലിയ കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ വിദേശത്തു നിന്ന് എത്രയോ ആളുകളാണ് അമ്മയുടെ സന്നിധാനത്തിലേക്ക്
എത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മ വിദേശത്ത് ചെല്ലുമ്പോൾ, അമ്മ അമൃതാനന്ദമയി ദേവി ചെല്ലുമ്പോൾ അവർക്ക് ആ ദർശന സൗഭാഗ്യം മതിയെന്നാണ്. കാരണം ഇപ്പോൾ രാമകൃഷ്ണ വചനാമൃതം കേൾക്കുമ്പോൾ ഗുരുദേവനെ കാണാൻ നമുക്ക് സാധിച്ചില്ലല്ലോ. എത്രയോ കാര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉഷച്ചേച്ചി തന്നെ പറഞ്ഞു, എനിക്ക് ആ മള്ളിയൂർ തിരുമേനിയെ ഒന്ന് കാണാൻ സാധിച്ചില്ലല്ലോ. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തോന്നണം. നമുക്കിപ്പോൾ അമ്മയെ കാണാം, ആ അമ്മയുടെ ഉപദേശം സ്വീകരിക്കാം. 100 കൊല്ലം കഴിയുമ്പോൾ വലിയ ചരിതമായി മാറുന്ന ഗ്രന്ഥങ്ങളാണ് നമ്മൾ വായിച്ചത്. മാസ്റ്റർ മഹാശയൻ്റെ ചരിതം നമ്മളിപ്പോൾ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലൂടെ വായിച്ചതുപോലെ ആരാധ്യനായ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി എഴുതിയ ചരിതം 100 കൊല്ലം കഴിയുമ്പോൾ അടുത്ത തലമുറ അമ്മ അമൃതാനന്ദമയി വചനാമൃതം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെടും. നമ്മുടെയൊക്കെ ആത്മാക്കൾക്ക് അപ്പം സന്തോഷിക്കാം, ഞങ്ങൾ അമ്മയെ കണ്ടു, ഞങ്ങൾ അമ്മയുടെ മഹത്തരമായ ചരിതങ്ങൾ കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്, അമ്മയെ കാണാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്. അപ്പം നമ്മുടെ 2 തലമുറ കഴിയുമ്പോൾ ഉള്ളവർ പറയും, ഞങ്ങളുടെ മുത്തശ്ശൻ, ഞങ്ങളുടെ മുത്തശ്ശി അമ്മയെ കണ്ടിരുന്നു, ആ വചനാമൃതം അന്ന് അവർ കേട്ടിരുന്നു, വായിച്ചിരുന്നു എന്നൊക്കെ പറയും. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളായി മാറുന്നതാണ് എന്നോർക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ഹഠാതാകർഷിക്കുന്ന ഗുരുത്വ ദർശനങ്ങൾ ലോകത്തിൽ വളർന്ന് പടരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സത്യമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ ശ്രീ ലക്ഷ്മീനാരായണായേതി സമർപ്പയാമി, ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി, ശ്രീ പാർവതി മഹാദേവായേതി സമർപ്പയാമി. സർവം 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 ശ്രീ അമ്മ അമൃതാനന്ദമയി ദേവി തൃപാദങ്ങളേതി സമർപ്പയാമി. സർവം 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 ശ്രീ രാമകൃഷ്ണ ഗുരുദേവ തൃപാദങ്ങളേതി സമർപ്പയാമി. സർവം 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 ശ്രീ മള്ളിയൂർ പൊന്നു തിരുമേനി തൃപാദങ്ങളേതി സമർപ്പയാമി. ഓം പൂർണ്ണമദാത് പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണം ആദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം നമസ്കാരം നമസ്കാരം.